ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയാണ്. പ്രോഡക്റ്റ് വേറൊന്നുമല്ല, ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഡം ഡോഗിൻ്റെ 10% ഗൈക്കോളിക് ആസിഡ് സെറം. ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 വീക്സ് ആകുന്നുണ്ട്. ഇതിൻ്റെ പാതിയോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ വരെ എങ്ങാണ്ടേ ഉള്ളൂ, ഇനി കുറച്ചേ ഉള്ളൂ. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് വന്ന മാറ്റം എന്ന് വെച്ചാൽ സ്കിൻ ചെറിയ തോതിൽ ബ്രൈറ്റൻ ആക്കുന്നുണ്ട്, ഇല്ലെന്നല്ല ആക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ്. എനിക്ക് പിമ്പിൾസ് അധികം വരാത്തൊരു സ്കിന്നാണ്. ആകെ വരുന്നത് നമ്മുടെ പീരീഡ്സ് ടൈം, ഇല്ലെങ്കിൽ ഒരുപാട് ഓയിൽ അടങ്ങിയ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനൊക്കെ വരത്തുള്ളൂ. അല്ലാതെ എനിക്ക് പെട്ടെന്ന് പിമ്പിൾസ് വരാത്തൊരു സ്കിന്നാണ്. പക്ഷേ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്കിതാണ് നെറ്റിയിൽ നല്ല രീതിയിൽ ചെറിയ ചെറിയ പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഇപ്പം അത് ചെറുതായിട്ട് കാണാൻ പറ്റുന്നില്ല, കുറച്ചൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം 3 ദിവസം കൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഇത് പോയിട്ടുണ്ട്. പക്ഷേ അതാണ്ട് കവിളിൽ നിങ്ങൾക്ക് കാണാം, ചുവന്ന് ഇപ്പോഴും കിടപ്പുണ്ട്. ആ ഒരു പിമ്പിൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, വിസിബിൾ ആവുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് ഉണ്ടായ മാറ്റം ഇതാണ്. ഇത് എല്ലാവർക്കും ഇങ്ങനെയാണോയെന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി പേർക്ക് നല്ല റിസൾട്ടൊക്കെ പറയുന്നുണ്ട്. ഞാനും പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ട് തന്നെ വാങ്ങി ഉപയോഗിച്ച ഒരു പ്രോഡക്റ്റാണ്. അന്നേരം നിങ്ങൾ ഈ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് കണ്ട് മേടിച്ച് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. അല്ല ഡയറക്റ്റ് കിട്ടിയ പാടെ എടുത്ത് എന്നെപ്പോലെ ഫേസിൽ ഉപയോഗിക്കാൻ നിന്നാൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ എല്ലാവർക്കും എൻ്റെ കൂട്ട് പിമ്പിൾസ് വരും അല്ലെങ്കിൽ വരണം എന്നൊന്നുമില്ല. കാരണം ഓരോരുത്തരുടെ സ്കിന്ന് ഓരോ ടൈപ്പാണ്. അപ്പം എൻ്റെ സ്കിന്നിന് എന്തായാലും ഇത് സ്യൂട്ടായിട്ടില്ല. അപ്പോൾ ഓക്കെ, എന്തായാലും ഞാൻ ഇനി ഇത് ഉപയോഗിക്കുന്നില്ല, ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി നിങ്ങളാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഒരു വട്ടം കൂടി എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.